ബിവറേജസ് കോർപ്പറേഷനിലും അപ്രഖ്യാപിത നിയമന നിരോധനം. LD ക്ലാർക്ക് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല. 1619 പേരാണ് ബെവ്കോയിൽ നിയമനം കാത്തിരിക്കുന്നത്. എന്നാൽ റാങ്ക് പട്ടിക നിലനിൽക്കെ പിൻവാതിൽ നിയമനവും കരാർ നിയമനവും വ്യാപകമാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും നിയമനം നടക്കുന്നുണ്ട്. ആർ റോഷിപാൽ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം. ഗുഡ് മോർണിംഗ് ആർ റോഷിപാൽ. അപ്രഖ്യാപിതം, നിയമന നിരോധനം, ഈ രണ്ട് വാക്കുകൾ പലയിടങ്ങളിലായി, പല വകുപ്പുകളിലായി, പല സ്ഥാപനങ്ങളിലായി നമ്മൾ PSC റാങ്ക് ലിസ്റ്റുകൾ എടുത്തു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തന്നെയാണ്. ഇവിടെ ബിവറേജസ് കോർപ്പറേഷനിൽ ഒഴിവുകളൊക്കെ നികത്തുന്നുണ്ട്, പക്ഷേ അത് നേരായ വഴിക്കല്ല എന്നതാണോ നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമാകുന്നത്? വെരി ഗുഡ് മോർണിംഗ് സുജയ പർവതി. 2021 ഈ റാങ്ക് ഈ പരീക്ഷ നടക്കുന്നത്. PSC LDC പരീക്ഷ പൂർത്തിയായി ഇത്രയും കാലം കഴിഞ്ഞ് ഏതാണ്ട് 5 വർഷമാകുന്നു. അതിനു പുറമെ കഴിഞ്ഞ ഫെബ്രുവരി 6 ഈ റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങി. ആ റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങി ഒരു നിയമനം പോലും അതിൽ നടന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മറുഭാഗത്ത് സുജയ സൂചിപ്പിച്ചതുപോലെ പിൻവാതിൽ നിയമനം തകൃതിയാണ്. രാഷ്ട്രീയ നേതൃത്വം ആളുകളെ കുത്തിനിറക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകളും ബെവറേജ് കോർപ്പറേഷനിൽ നിന്നും വരുന്നുണ്ട്. കാരണം PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെയാണ് LD ക്ലാർക്ക് തസ്തികയിലേക്ക് പിൻവാതിൽ നിയമനം നടക്കുന്നത്. കരാർ നിയമനം ഒരു ഭാഗത്ത് നടക്കുന്നു, താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നു. അതിനു പുറമെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും നിയമനം നടക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് PSC റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്താത്തതിന്റെ കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതാണ്ട് 380-ലേറെ നിയമനങ്ങൾ ഉണ്ടെന്ന് അന്ന് നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം PSC വിജ്ഞാപനം ഇറക്കിയത്. പിന്നീട് അത് 282 ചുരുക്കി. അങ്ങനെ പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പാണ് 282 ഒഴിവുകളെന്ന് ചുരുക്കിയത്. അങ്ങനെ ചുരുക്കിയിട്ടും പട്ടിക പുറത്തു വന്ന് 1 വർഷം കഴിഞ്ഞിട്ടും അതിൽ ഒരാളെ പോലും നിയമിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ PSC ഈ റാങ്ക് ലിസ്റ്റ് തന്നെ, ഈ ബെവ്കോയിലെ റാങ്ക് ലിസ്റ്റ്, LDC റാങ്ക് ലിസ്റ്റ് അത് നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഒരു ഭാഗത്ത് കരാർ നിയമനങ്ങൾ നടക്കുന്നത്, മറുഭാഗത്ത് താൽക്കാലിക നിയമനങ്ങളൊക്കെ നടക്കുന്നത്. ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ട PSC പരീക്ഷയിലൂടെ റാങ്ക് പട്ടികയിൽ ഇടം നേടി 1619 അവർ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത്രയും വർഷത്തെ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അവർ റാങ്ക് പട്ടികയിൽ ഇടം നേടുന്നത്. എന്നിട്ടും അവരെ പരിഗണിക്കുന്നില്ല. മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി ഇപ്പോൾ ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഒടുവിൽ കഴിഞ്ഞ തവണ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ കണ്ട് അവർ നിവേദനം നൽകിയപ്പോൾ ലഭിച്ച മറുപടി വെയർ ഹൌസുകൾ അടച്ചുപൂട്ടിയതും ഒപ്പം മദ്യശാലകളൊക്കെ തുറന്നാൽ അവിടെ നിങ്ങൾ നിയമിക്കുമെന്ന വാഗ്ദാനമായിരുന്നു. അങ്ങനെ 19 മദ്യശാലകൾ അടച്ചുപൂട്ടിയത് തുറന്നു, 3 വെയർ ഹൌസുകൾ തുറന്നു. ഇതൊക്കെ തുറന്നിട്ടും അടച്ചുപൂട്ടിയ വെയർ ഹൌസുകളും മദ്യശാലകളും തുറന്നാൽ നിയമനം നടത്തുമെന്ന സർക്കാരിന്റെ ആ ഉറപ്പും പാഴാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബെവറേജ് കോർപ്പറേഷനിൽ നിന്നുമുള്ളത്. എന്തായാലും ഇത് സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണ്. കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ലിസ്റ്റിലൊക്കെ കയറി ഇപ്പോൾ ജോലി കിട്ടുമെന്നൊക്കെ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അത് പല റാങ്ക് പട്ടികയിൽ നമ്മൾ കാണുകയാണ്. അതാണിപ്പോൾ ആർ റോഷിപാൽ പങ്കുവച്ചത്.